ഹായ് ട്രേഡേഴ്സ്. നിഫ്റ്റിയിലെ അങ്ങോട്ടും ഇങ്ങോട്ടും വോളറ്റൈൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നിങ്ങൾ ഇപ്പൊ ഈ 2-3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? റിസൾട്ടിന്റെ ബേസ്ഡ് ആയിട്ട്, ഇലക്ഷൻ റിസൾട്ടിന്റെ ബേസ്ഡ് ആയിട്ടുള്ള വോളറ്റാലിറ്റി ആണ് നമുക്ക് മാർക്കറ്റിലുള്ളത്. എന്നാലും നമുക്ക് നമ്മുടെ ടെക്നിക്കൽ സൈഡിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇന്നലത്തെ ഡേയില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലായിരുന്നു ഇത്. ഓക്കെ, 22,526.60. ഓക്കെ, ഈ ലെവല് ഞാൻ മൈക്രോയിലോട്ട് പോകുമ്പോൾ ഇതൊരു ലെവലും പിന്നെ ഏത് ലെവലാ ഉള്ളത്? ഓക്കെ, ഈ ഒരു ലെവലും അപ്സൈഡിൽ ഈ ഒരു ലെവലുമാണ്. ഈ രണ്ട് ലെവൽസ് ആണ് നമുക്ക് ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ളത്. അതില് ഇന്നലത്തെ ഡേയില് മാർക്കറ്റ് ഇതിന് താഴെ, ഈ ലെവലിന് 21,801.45 താഴെ പോയിട്ട് അതിന് മുകളിൽ കയറിയാണ് ക്ലോസ് ചെയ്തത് അല്ലെ? അപ്പോ മാത്രമല്ല, ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ലെവൽ ഉണ്ട്, മൈക്രോയിലുള്ള ലെവലാണ്. ആ ലെവലിനും മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇന്ന് വീക്കായിട്ടൊന്നും അല്ല ഓപ്പൺ ആയത്, അതിന് മുകളിൽ തന്നെയാണ്, നമ്മുടെ ലെവൽസിന് മുകളിലാണ് ഓപ്പൺ ആയത് അല്ലെ? അതുകൊണ്ട് ഈ ലെവൽസിൽ നിഫ്റ്റിക്ക് ഇന്ന് സപ്പോർട്ട് കിട്ടണം. ഫസ്റ്റ് ടാർഗറ്റ് ഈ ലെവൽ. ഓക്കെ, ഇന്ന് നടന്ന കാര്യം പോട്ടെ, ഇന്നലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി മുകളിലോട്ട് ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു 2 ലെവൽസ് ഉണ്ട്. അതില് ഒരു ലെവലാണിത്. അപ്സൈഡിലോട്ട് നിങ്ങൾ പോകുമ്പോൾ ഈ ലെവലിനെ ഒന്ന് മോണിറ്റർ ചെയ്യണം, ഈ 2 ലെവല്. ഓക്കെ, ഇതിന് 698 റെസിസ്റ്റൻസ്. അപ്പൊ അതിന് മുന്നത്തെ ഉള്ള സ്ട്രൈക്ക് പ്രൈസിന്റെ ലെവലും കൂടെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, സ്ട്രൈക്ക് പ്രൈസിന്റെ ലെവൽ എന്ന് പറയുന്നത് 22,698. സ്ട്രൈക്ക് പ്രൈസ് ഇതിന് തൊട്ട് താഴെയുള്ള 698 തൊട്ട് താഴെയുള്ള സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 650 ആണ്. 22650. ഓക്കെ, ഈ ലെവല്, ഇത്രയും ലെവൽസ് ആണ് നമ്മുടെ അപ്സൈഡിൽ നാളെ മോണിറ്റർ ചെയ്യേണ്ട ലെവൽസ്. നിഫ്റ്റി ഒന്നുകിൽ ഇതിന് മുകളിൽ ഓപ്പൺ ആവണം, അല്ലെങ്കിൽ ഇതിനെ ക്ലിയർ കട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് കാണിക്കണം. ഓക്കെ, അല്ലാത്ത പക്ഷം നാളെ രാവിലെ ഒരു പൊസിഷൻസ് ഒന്നും ബിൽഡ് ചെയ്യാൻ നോക്കരുത്. എപ്പോഴും നോക്കേണ്ടത് എന്താണ്? ഓപ്പണിംഗ് ഇതിന് മുകളിലായിരിക്കണം അല്ലേ? ഓക്കെ, ഈ ലെവൽസ് ഇമ്പോർട്ടന്റ് ലെവൽസ് ആണ്, റെസിസ്റ്റൻസ് ലെവൽസ് ആണ്. ഈ ഹൈക്ക് മുന്നേ ഞാൻ ഈ ലെവലിനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്കത് ഒന്നും കൂടെ ആക്യുറേറ്റ് ആയിട്ട് 22,800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസിന്റെ ലെവലിലോട്ട് ഞാൻ അതിന്റെ മാർക്കിങ് മാറ്റുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ അപ് സൈഡിൽ ഈ ലെവൽസ് നോക്കുക, ഡൗൺ സൈഡിൽ ഇതാണ് ലെവൽസ്. നോക്കട്ടെ, ഡൗൺ സൈഡിൽ വേറെ ലെവൽസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഓക്കെ, ഡൗൺ സൈഡില് ഒരു ലെവല്, അതിന് മുന്നേ ഈ ഒരു ലെവൽ ഉണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിന് താഴോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ ലെവൽസ് മോണിറ്റർ ചെയ്യാം. അപ് സൈഡിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. നാളെ എക്സ്പയറി ഡേയും കൂടെ ആണ്. എനിക്ക് സ്ട്രോങ് ആണെങ്കിൽ നിഫ്റ്റിന് മുകളിൽ ഓപ്പൺ ആവട്ടെ, എന്നിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കട്ടെ. അല്ല, നാളെ എക്സ്പയറി ഒരു റേഞ്ചിനകത്ത് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ്ലി ഈ റേഞ്ച് ആയിരിക്കും, ഈ റേഞ്ചിനകത്തായിരിക്കും ട്രേഡ് ചെയ്യുക. എന്തായാലും നോക്കാം. ഇതാണ് നിഫ്റ്റിയുടെ കേസ്. നിഫ്റ്റിയുടെ ലെവൽസ് ഇതാണ്. ഇതിന്റെ ലെവൽസ് എങ്ങനെ മാർക്ക് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോസിലോ അല്ലെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രകാരം ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ്. ഓക്കെ, മാത്രമല്ല ജൂലൈ 1 നമ്മൾ
പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഇതിന്റെ കൂടെ എൻ്റെ കോണ്ടാക്ട് നമ്പർ അല്ലെങ്കിൽ അഡ്മിഷൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ.